ഇറച്ചി വേറെ കക്ക വേറെ ആയിട്ട് വരും. അപ്പോൾ ഇത് ഇറച്ചിയും കക്കയും സെപ്പറേറ്റ് ആക്കുന്നു പരിപാടി. സെപ്പറേറ്റ് അതെ, കാണാം നല്ല കറുത്ത് ചെറുതാണ് സൈസ് എല്ലാം. തിളപ്പിച്ച് നല്ല ചൂടാണ്. ഇപ്പം നല്ല ഏകദേശം 37-38 ഡിഗ്രി ചൂടാണ്. നല്ല ചൂടും അതിൽ നല്ല വ്യൂ ഒക്കെയാണ്. എന്നാലും ഇവരുടെ ഒരു കഷ്ടപ്പാട്. ഇപ്പോൾ പെൻഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഗവൺമെൻറ്റിന് ആനുകൂല്യങ്ങൾ അധികമൊന്നും ഇല്ല അല്ലേ? ഹേ എവരിവൺ, ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇത് വേമ്പനാടിലേക്കാണ്ട് ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് കക്ക വാരി ഇത് പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റിലാണ്. ഇതാണ് നമ്മുടെ ആനന്ദ് ചേട്ടൻ. നമുക്ക് ചേട്ടനോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാം. ചേട്ടാ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? കക്ക വാരുവാണല്ലേ? ഒന്ന് വാരി കൊണ്ടുവരാമോ? കൊണ്ടുവരാം. കാണുന്നതാണ് കക്ക. ഇപ്പോൾ സീസൺ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ചേട്ടനോട് തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് കക്ക വാരി കൊണ്ടുവരുവാണ്. ഇതേ കാണാം നല്ല കറുത്ത് ചെറുതാണ് സൈസ് എല്ലാം. കയറിക്കോ, പോരട്ടെ. ഇനി കൈ കാണിക്കും. ഇപ്പം നമുക്കെല്ലാം പ്രോസസ്സ് അറിയാം. അപ്പം നമ്മൾ കക്ക ചൂടാക്കാൻ പോകുന്നിടത്തോടാണ് ഇനി പോകുന്നത്. ഇത് കക്ക തിളപ്പിക്കാന്നാണ് പറയുന്നത്. കക്ക തിളപ്പിക്കുന്നു. നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കായൽ കണ്ടോ? ലെറ്റ് മി ഷോ യു. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇപ്പോൾ ഇതൊരു സീസൺ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ചുണ്ണാമ്പൊക്കെ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ കക്ക ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കക്കയ്ക്ക്. അപ്പോൾ നമ്മളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇതുണ്ടോ കക്ക തിളപ്പിക്കുന്നുണ്ടോ? അപ്പോൾ കക്ക വാരി കോരിയിടുവാണ്. അപ്പോൾ ആനന്ദ് ചേട്ടാ പറഞ്ഞോ, ഇതിപ്പോൾ എത്ര വർഷമായി ഈ പരിപാടിയൊക്കെ? ഈ കക്ക വാരുന്നതും തിളപ്പിക്കുന്നതും 45 വർഷം അല്ലേ? അപ്പോൾ ഇതൊന്ന് പറയാം, എപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് എങ്ങനെയാണ് ഇതിപ്പോൾ എപ്പോഴാണ് പോകുന്നത് കായലിൽ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പോകും. എന്നിട്ട് 6 മണി വെള്ളത്തിൽ ഇറങ്ങും. അപ്പോൾ കൂടെ ആരെങ്കിലും ഒക്കെ വരുമോ? കൂടെ വേറെ ഒരാളും കൂടെ കാണും അല്ലേ? ഇത് എന്തോരം താഴ്ചയുണ്ട് ഈ കായൽ? ഒരാൾ വെള്ളമേ ഉള്ളൂ. നമുക്ക് ഇറങ്ങി നമുക്ക് കോരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ദിവസം പോയി ഇത്രയും സാധനം കിട്ടുമോ? ഒരു ചെരുവും ഇല്ല, അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ അല്ലേ? 2 പേരുടെ. അപ്പം ഇത് തിളപ്പിക്കാൻ എത്ര സമയം എടുക്കും? ഇത് മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ അരമണിക്കൂർ മതി. അരമണിക്കൂർ മതി അല്ലേ? കാരണം അപ്പം അരമണിക്കൂർ കൊണ്ട് നല്ല തിളച്ച് ഇത് ഇങ്ങനെ പൊട്ടി വരും. ഇത് ഈ ഇറച്ചിക്ക് മാക്സിമം എന്തോരം വലിപ്പമുണ്ട്? ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത്രേ ഉള്ളൂ. മാക്സിമം എന്തോരം വലിപ്പമുള്ള ഇറച്ചി? ഇപ്പോൾ ഒരു വെള്ളം കാരണം ചുരുങ്ങിയാണ്. മറ്റേ മഴയത്താണെങ്കിൽ ഇതിൻ്റെ നല്ല വലിപ്പമുണ്ട്. നല്ല ഡബിൾ കാണും. ഇതിന് വിലയും കണ്ട് ഇറച്ചിക്കൊക്കെ എത്ര വില ഹോൾസെയിലിൽ? ഇറച്ചിക്ക് വില ഇവിടെ 130 രൂപ കിലോ. 130 രൂപയ്ക്ക് അല്ലേ? സാധാരണ സീസൺ നല്ല വില കഴിയുമ്പോൾ എത്ര? എപ്പോഴും അത് തന്നെ വില ഇതിന് മാറ്റമില്ല. ഓക്കെ. ഇനി പ്രോസസ്സ് ചെയ്തിട്ട് കൃഷിയിടത്തിലൊക്കെ ഇടുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ചുണ്ണാമ്പുണ്ടാക്കുന്നത് നീട്ടി ഇടാം. മറ്റേ പച്ച ഇവർ പൊടിക്കുമ്പോൾ നീട്ടുന്ന എങ്ങനെ ഒന്ന് പറയോ? നീട്ടുന്ന ചൂള കരിയൊക്കെ ഇട്ട്, അതായത് ഡയറക്റ്റ് പുഴുങ്ങിയെടുക്കുക. 5 മണിക്ക് പോകുന്നല്ലേ പറഞ്ഞേ? രാവിലെ 5 മണിക്ക് പോയിട്ട് എത്ര മണിയാകുമ്പോൾ തിരിച്ചു വരും? 10-10 വരും. 10 വന്നിട്ട് ഈ കക്ക ഇങ്ങനെ തിളപ്പിക്കും. അരമണിക്കൂർ കൊണ്ട് കക്ക തിളപ്പിച്ച് കയറും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്, ഇറച്ചിയും സെപ്പറേഷൻ അതുപോലെ തന്നെ ഇത് ഈ തൊണ്ട് സെപ്പറേറ്റ് എത്ര നേരം എടുക്കും? 2 മണിയാവോ കഴിയുമ്പോൾ? ഒരു മണിക്കൂർ എടുക്കും അല്ലേ? അപ്പം ഒരു ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ തീരും പരിപാടി. അപ്പം ഏകദേശം ഇങ്ങനെ ഒരു ചെരുവാണെങ്കിൽ എന്തോരം കിലോ കിട്ടും ഇറച്ചി? ഇതിപ്പം ഒരു 15 കിലോ കാണും. 15 കിലോ ഇറച്ചി. നല്ല സമയത്താണെങ്കിൽ, ഇറച്ചിയുള്ള സമയത്താണെങ്കിൽ ഒരു 25 കിലോ ഇറച്ചി കാണും. 25 കിലോ ഇറച്ചി വരെ കിട്ടും അല്ലേ? ഇറച്ചി കുറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചെയ്യുന്നതിന്? ഗവൺമെന്റ് നമുക്ക് കിട്ടുന്നില്ല. അവിടെ സൊസൈറ്റിക്ക് കൊടുക്കും. സൊസൈറ്റി കൊടുത്തിട്ട് നമുക്ക് പിന്നെ സൊസൈറ്റിയില്ല നിങ്ങളെല്ലാം ഈ തൊണ്ടെല്ലാം കൊടുക്കുന്നത് അല്ലേ? പെൻഷനൊക്കെ ഉണ്ടോ? പെൻഷനുണ്ട്. ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്ക് 67 വയസ്സിലും എന്നും പോയി രാവിലെ കക്ക വരും. ആനന്ദ് ചേട്ടാ, ഇതിങ്ങനെ കക്ക തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കോരി ഇതെന്താ സംഭവം? ഇറച്ചി വേറെ കക്ക വേറെ ആയിട്ട് വരും. അപ്പോൾ ഇത് ഇറച്ചിയും കക്കയും സെപ്പറേറ്റ് ആക്കുന്നു പരിപാടി? സെപ്പറേറ്റ്. ഇത് എന്നാ ഇരുമ്പാണോ? ഇരുമ്പ് നെറ്റ്. ഇത് എന്നിട്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. ഇതിനൊക്കെ ഇറച്ചി ഇരിക്കണ്ടോ? ഇറച്ചിയാണ് ഇതിടുന്നത്, കക്ക ഇറച്ചി. അത് കഴിയുമ്പോഴത്തേക്ക് തോട് അപ്പുറത്തോട്ട് ഇടും. ഓക്കെ. ഇതാണ് പ്രോസസ്സ്. അപ്പം ആനന്ദൻ ചേട്ടൻ രാവിലെ കായലിൽ പോകും. 5 മണിയൊക്കെ ആകുമ്പോൾ 10 മണിയാകുമ്പോഴത്തേക്കും കക്കയായിട്ട് വരും. അത് തിളപ്പിച്ചതിന് ശേഷം ഇങ്ങനെ തൊണ്ടും അതുപോലെ തന്നെ ഇറച്ചിയും സെപ്പറേറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതിനുശേഷം കക്കയുടെ തൊണ്ട് അങ്ങോട്ടിടും, ഇറച്ചി സെപ്പറേറ്റ് മാർക്കറ്റിൽ കൊടുക്കും. ഏകദേശം ഒരു 130 രൂപ വരെ കിട്ടുമെന്നൊക്കെയാണ് ഹോൾസെയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ആനന്ദൻ ചേട്ടൻ്റെ ഒരു ലൈഫ്. നമ്മളിപ്പം വേമ്പനാട്, സ്ഥലത്തിൻ്റെ പേരെന്നാടാ? മണ്ണഞ്ചേരിയിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഞാൻ കുട്ടനാട്ടിൽ ഇവിടെ വന്നത് ഈ കക്കയുടെ ഇത് ഷെല്ലില്ലേ, ഈ ഷെല്ല് വെച്ച് ഓരോ ഇങ്ങനെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള PH വാല്യൂ കൂട്ടുന്ന ഒരു പുള്ളിയാണ് ഇത്, നമ്മുടെ ഈനോ അഗ്രിയുടെ ഫൗണ്ടർ. അപ്പോൾ സനു ആണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന കക്ക എവിടെ നിന്നാണ് വാരുന്നതൊക്കെ അറിയാൻ വേണ്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ ആനന്ദൻ ചേട്ടനെ പരിചയപ്പെട്ട. പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ കാണുന്നില്ല നിങ്ങൾ. അപ്പം ഇതുണ്ടോ തിളപ്പിച്ച് നല്ല ചൂടാണ്. ഇപ്പം നല്ല ഏകദേശം 37-38 ഡിഗ്രി ചൂടാണ്. നല്ല ചൂടും അതിൽ നല്ല വ്യൂ ഒക്കെയാണ്. എന്നാലും ഇവരുടെ ഒരു കഷ്ടപ്പാട്.
ഇപ്പോൾ പെൻഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഗവൺമെൻറ്റിന് ആനുകൂല്യങ്ങൾ അധികമൊന്നും ഇല്ല അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല കഷ്ടപ്പെടുവാണ്. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ വീഡിയോ. സീ യു സൂൺ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.